പെരുമ്പാവൂർ INTC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ടൗൺ ചുറ്റിയെത്തിയ റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുമ്പിൽ സമാപിച്ചു. അടിമകളെ പോലെ പണിയെടുത്തിരുന്ന തൊഴിലാളി വർഗം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ വിജയിച്ചതിന്റെ ഓർമ്മ ദിനമാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി MLA അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പേർ പങ്കെടുത്ത റാലി വർണ്ണോജ്വലമായി. തുടർന്ന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുമ്പിൽ നടന്ന സമാപന സമ്മേളനം INTC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. മെയ് 1 തൊഴിലാളി വർഗം, ലോക തൊഴിലാളി വർഗം അവരുടെ വിജയ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ്. ഇവിടെ ഡേവിഡ് സൂചിപ്പിച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം 8 മണിക്കൂർ എന്നുള്ളത് 16 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്ന തൊഴിലാളി വർഗം അവർ ശക്തമായ പ്രതിഷേധവും സമരവും നടത്തി. അതിന്റെ ഫലമായി അമേരിക്കയിലെ കാനഡയിലും ചിക്കാഗോയിലും നടത്തിയ തൊഴിലാളികളുടെ അതിശക്തമായ സമര പോരാട്ടം, അതിന്റെ ഫലമായി പോലീസ് ലാത്തിചാർജ്, വെടിവെപ്പ്, നിരവധി തൊഴിലാളികൾ മെയ് 2 നടന്ന 1886 മെയ് 2 നടന്ന വെടിവെപ്പിൽ 6 തൊഴിലാളികളാണ് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ തൊഴിലാളി നേതാക്കന്മാരായ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി, ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി. അതിൽ 5 പേരെ തൂക്കിക്കൊല്ലുവാൻ തീരുമാനിച്ചു. 1867 നവംബർ 11 നമ്മുടെ വീര രക്തസാക്ഷികളായ നേതാക്കന്മാരെ തൂക്കിലേറ്റി. ഒരാള് തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം ആത്മഹത്യ ചെയ്തു. പോലീസിനും പട്ടാളത്തിനും എന്റെ ജീവൻ ഞാൻ നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ 5 തൊഴിലാളികൾ മരണപ്പെടുകയും 2 പേരെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. INTC ജില്ലാ വൈസ് പ്രസിഡന്റ് VE റഹീം, INTC റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുലൈമാൻ പോഞ്ഞാശ്ശേരി, പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് PG മഹേഷ്, കുറുപ്പമ്പടി ബ്ലോക്ക് പ്രസിഡന്റ് ജോയി പൂണേലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. INTC റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്ലാൻ അധ്യക്ഷത വഹിച്ചു. ഈ ലോകത്തെ തൊഴിലാളികളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്നും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ തൊഴിലാളി വർഗം. ഈ അടിച്ചമർത്തലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരുവിധ സമയപരിധിയില്ലാതെ, അതുപോലെ കൂലിപരിധിയില്ലാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തൊഴിലാളികളെ ഇഷ്ടമുള്ള സമയം വരെ പണിയിച്ച് ഇഷ്ടമുള്ള കൂലി കൊടുത്ത് അടിമകളെ പോലെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ലോകത്ത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 1886 അമേരിക്കയിലെ ചിക്കാഗോയിലെ 10,000 തൊഴിലാളികൾ തടിച്ചുകൂടിക്കൊണ്ട് ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരം നടത്തിയ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ പരസ്യമായിട്ട് തൂക്കിലേറ്റുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് അന്നത്തെ ഭരണാധികാരികൾ ചെയ്തത്. അതിനുശേഷം സമരം അവസാനിപ്പിക്കില്ല എന്ന് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന 10,000 തൊഴിലാളികളെ ഒരു ദയമില്ലാതെ വെടിവെച്ച് കൊല്ലുകയുണ്ടായത്. വെടിവെച്ച് കൊന്നതിന് ശേഷമോ നമ്മുടെ ഈ കോട്ടയത്ത് കണ്ടിട്ടുള്ള താറാവുകൾക്ക് പനി ബാധിച്ച കുഴിച്ചുമൂടുക എന്നുള്ളത്, കൂട്ടമായിട്ട് കുഴിച്ചുമൂടുക എന്നുള്ള രീതിയിലായിരുന്നു ആ തൊഴിലാളികളെ കുഴിച്ചുമൂടി ഒരു കുഴി കുടിച്ച് എല്ലാവരെയും അതിലിട്ട് മൂടുകയായിരുന്നു. അത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് അന്ന് അവിടെ അവസാനിച്ചത്. അതിന്റെ പ്രതിഷേധം ലോകം മുഴുവൻ ആളിക്കത്തി. അങ്ങനെയാണ് ആ മെയ് ദിനം നമ്മുടെ മുമ്പിൽ തുറന്നെടുത്തത്. അതായത് ലോക തൊഴിലാളി ദിനം എന്നൊരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, ലേബർ സെന്റർ ചെയർമാൻ അൽഫോൺസ് മാസ്റ്റർ, INTC ജില്ലാ സെക്രട്ടറി ബിന്ദു ഗോപാലകൃഷ്ണൻ തുടങ്ങി INTCയുടെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളും തൊഴിലാളികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.